സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇങ്ങേരുത് എന്തോന്ന് ഭാവിച്ച എന്നൊക്കെ നമ്മളെല്ലാവരും കമന്റ് ഇടുന്ന ഈ ഒരു ഫോട്ടോ മാത്രമല്ല, ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഏത് വാർത്തയും മലയാളിയെ ഒരല്പസ്വല്പമൊക്കെ സന്തോഷിപ്പിക്കാറുണ്ട്. ഒരല്പകാലം മുമ്പാണ് ഈ ചെങ്ങാതി അസുഖമെല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞതുപോലൊക്കെ ആളുകൾക്ക് തോന്നിയിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലുക്കാണ്. ഒരു രക്ഷയില്ല. ഈ ചെങ്ങാതി 74 വയസ്സുള്ള ചെങ്ങാതി നേരെ തിരിച്ച് പറയേണ്ട അവസ്ഥയിലേക്കാണ്. 74 തിരിച്ചിടുമ്പോൾ എത്ര ആയിരിക്കും? 47? അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചു പറയേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ സംഗതി എത്തുകയാണ്. എന്തായാലും സംഗതി ഇതൊന്നുമല്ല കേട്ടോ. മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നില്ല എന്നൊക്കെ ആരോപണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ ആരോപണം വരുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആൻസ് വേൾഡ് മീഡിയ എന്ന് പറയുന്ന സംഗതിയിലാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വർഷം തോറും പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളൊന്നായ പത്മ പുരസ്കാരങ്ങളുടെ ഈ വർഷത്തെ ലിസ്റ്റിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ പേരും പരിഗണനയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം രാജ്യം 1998 മമ്മൂട്ടിക്ക് നൽകി ആദരിച്ചിരുന്നു. ഇക്കുറി പത്മഭൂഷണോ മമ്മൂട്ടിക്ക് നൽകിയേക്കുമെന്നാണ് വിവരം. ദുബായിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയ മമ്മൂട്ടി പോയ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങാൻ അടുത്ത ഞായറാഴ്ച മമ്മൂട്ടി വീണ്ടും തലസ്ഥാനത്ത് എത്തും എന്നുള്ളതാണ്. അതായത് ഇപ്പോ മമ്മൂട്ടി യാത്രയിലാണ്. അടുത്ത ആഴ്ച എങ്ങാണ്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഗംഭീര അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, കേരളത്തിന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം 1998 നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു അവാർഡ് നൽകിയിട്ട്, അതും പത്മശ്രീ എന്ന് പറയുന്ന പുരസ്കാരം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നൽകിയിട്ട് ആദരിച്ചിട്ടുള്ളത്. വെറും ഒരു പത്മശ്രീയിൽ മാത്രം അങ്ങോട്ട് ഒതുക്കി ഒരു ഭാഗത്തേക്ക് വെക്കേണ്ട ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് എനിക്ക് ഉള്ളതുപോലെ തന്നെ ആർക്കും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഒതുക്കി നിൽക്കേണ്ട ഒരാളല്ല മമ്മൂട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനപ്പുറം അദ്ദേഹത്തിന് പല അവാർഡുകളും അർഹിക്കുന്നുണ്ട്. പക്ഷെ അർഹിച്ച പലതും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നില്ല. അത് പല വിധത്തിലുള്ള രാഷ്ട്രീയ കളികൾ കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് AR റഹ്മാൻ പറഞ്ഞത്, മുമ്പത്തെ പോലെ എനിക്ക് കൂടുതൽ സിനിമകളൊന്നും വർക്കൊന്നും കിട്ടുന്നില്ല, പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളായിരിക്കാം എന്നാണ് AR റഹ്മാൻ BBC നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ തന്നെ ചില വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഗർവാപ്പസി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഒന്നാലോചിച്ച് നോക്കി, വാട്ട് ഈസ് ഗർവാപ്പസി? ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. AR റഹ്മാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഹിന്ദുവായിരുന്നു. ഇദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരിക്കൽ ഹിന്ദുവായിരുന്ന നിങ്ങൾ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് ചേക്കേറുകയാണെങ്കിൽ, വീണ്ടും ഹിന്ദു മതത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും അവസരങ്ങൾ നൽകുകയുള്ളൂ, അവാർഡുകൾ നൽകുകയുള്ളൂ എന്ന് പറയാതെ പറയുകയാണ് ചില ഹിന്ദു സംഘടനകളെല്ലാം എന്ന് നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പടച്ചവനെ, മമ്മൂക്കയ്ക്ക് വല്ലതും കിട്ടുമോ? കിട്ടൂല. കിട്ടുമോ? കിട്ടില്ല. അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു 10 വർഷമായില്ലേ നമ്മൾ ഇങ്ങനെ നീങ്ങി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അർഹിക്കേണ്ടിയിരിക്കുന്ന പല അവാർഡുകളും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ഇതേപോലെ തന്നെ നല്ല സിവിലിയൻ ബഹുമതികൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെടുമ്പോഴെല്ലാം പത്മഭൂഷൺ കിട്ടുമോ, പത്മവിഭൂഷൺ കിട്ടുമോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരുന്നു. ആ ലിസ്റ്റിൽ എവിടെയെങ്കിലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പേരുണ്ടോ, ഫോട്ടോയുണ്ടോ എന്നൊക്കെ മലയാളികളായിട്ടുള്ള നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ അത് കാണാതാവുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ പ്രതീക്ഷിച്ചതാ, അത് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാ എന്ന് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ പ്രതീക്ഷിച്ചതാ എന്ന് പറയേണ്ടി വരുമോ? ഞാൻ വിശ്വസിക്കുന്നത് കിട്ടില്ല. ഇതൊക്കെ ഇതിനു മുമ്പ് തന്നെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കുകയാണ്. അങ്ങനെ കിട്ടാനുള്ള സാധ്യതയൊന്നും മമ്മൂട്ടിക്കില്ല. അത് അർഹതയില്ലാത്തതുകൊണ്ടല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. വേണമെങ്കിൽ ആ കാരണങ്ങളെ രാഷ്ട്രീയ കാരണങ്ങളെന്നും മതപരമായ കാരണങ്ങളെന്നും സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങളെന്നൊക്കെ വേണമെങ്കിലൊക്കെ വിളിക്കാം. അതിലൊന്നുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, പച്ച മലയാളത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇടതുപക്ഷ സഹയാത്രികനാണ്.
ഒരു കാരണം അതാണ് ഏറ്റവും വലിയ കാരണം. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് അതാണ്. മമ്മൂട്ടി ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. കൈരളി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതിൻ്റെയൊക്കെ MD സ്ഥാനത്ത്, ചെയർമാൻ സ്ഥാനത്തൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ അനുഭാവം ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ഭരിക്കപ്പെടുന്നത് BJP. ഇടതുപക്ഷത്തെ ശക്തിയുക്തം എതിർക്കാൻ ശ്രമിക്കും. ഇടതുപക്ഷം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ സ്വാധീനിക്കുന്ന, അതിനൊക്കെ അനുകൂലിക്കുന്ന ഈ ഒരു മനുഷ്യന് എന്തെങ്കിലും അവാർഡ് കൊടുക്കണമെന്ന് അവർ വിചാരിക്കുമോ? സ്വപ്നത്തിലെങ്കിലും. സ്വപ്നമേ നിരീക്ഷില്ല എന്നൊക്കെ പറയുന്നവര് സ്വപ്നത്തിൽ പോലും അത് നടക്കില്ല. രണ്ടാമത്തെ കാരണമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ മതമാണ്. മതമൊക്കെ ഇത്ര വലിയ വിഷയമാണോ എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് മതം വലിയ വിഷയമാണ്. മതം മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ, ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ജാതിയും ഒരു വലിയ വിഷയമാണ്. ഇതിന്റെ പേരിലൊക്കെ വേണമെങ്കിൽ നമ്മൾ അകറ്റി നിർത്തപ്പെട്ടേക്കാം. പറയുന്നത് മമ്മൂട്ടിയുടെ മതം പോലും ഒരു വിഷയമാണ് പലപ്പോഴും എന്നുള്ളതാണ്. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ ആളുകൾ ഇതിന്റെ താഴത്ത് കമന്റുകളിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതിങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മോഹൻലാലിന് നമ്മുടെ രാജ്യം കണ്ട ഒരു വലിയ ബഹുമതി, സിനിമാ മേഖലയിൽ കൊടുക്കുന്ന ഒരു വലിയ ബഹുമതി കൊടുത്തത്. ആ ഒരു ബഹുമതി മോഹൻലാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഡൽഹിയിലേക്ക് പോയ അതേ ദിവസം, ആ അവാർഡ് സ്വീകരിക്കുന്ന അതേ സമയം എന്താണ് കേരളത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അടക്കമുള്ള ഇവിടെ പ്രമുഖരായിട്ടുള്ള ചില ആളുകളുടെ വീട്ടിലേക്ക് സഡൻ ആയിട്ട് ഒരു അന്വേഷണം വന്നു. അന്വേഷണത്തിന്റെ പേരൊക്കെ ഭയങ്കര രസകരമാണ്, നുക്കൂൾ സംതിങ് ലൈക്ക്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചത് ഈ രണ്ടുപേരും, മമ്മൂട്ടിയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ദുൽഖറും, അനധികൃതമായിട്ട് രാജ്യത്തിന് പുറത്തു നിന്നും കള്ളവണ്ടികൾ, സെക്കൻഡ് ഹാൻഡ് കള്ളവണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിപ്പോഴൊരു തീരുമാനമാവാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അന്ന് തന്നെ പലരും പറഞ്ഞതാണ് ഇത് മനഃപൂർവ്വമാണ്, ഈ കരിവാരി തേക്കൽ മനഃപൂർവ്വമാണ്. മോഹൻലാലിന് അവിടെ അവാർഡ് കിട്ടുമ്പോൾ മമ്മൂട്ടി ഇവിടെ ഇകഴ്ത്തപ്പെടണം എന്നുള്ള ഒരു വാർത്ത ഉണ്ടാക്കുന്നത് മനഃപൂർവ്വമാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ അങ്ങനെ ചില്ലറക്കാരൊന്നല്ല, അത്യാവശ്യം നല്ല വിവരമുള്ളവരാ. അങ്ങനെ ആ ഒരു സാമൂഹിക ബോധം നല്ലമുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ എല്ലാവരും നിന്നത് രണ്ടുപേരുടെ ഒപ്പമാണ്. ഒരേ സമയം തന്നെ മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ കൈയടിക്കുകയും മമ്മൂട്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ദുഃഖിക്കുകയും ഇത് ശരിയല്ല എന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ചില പകപോക്കലുകളൊക്കെ നടക്കുകയാണെന്നൊക്കെ ഉറക്കെ ഇട്ട് പറയുന്ന ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്ക് ഒന്നും കിട്ടില്ല, നിങ്ങൾ എന്ത് പറയുന്നു? മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു അവാർഡ് പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഏതായിരിക്കും? കഴിയുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ടോടുകൂടി തന്നെ പറയുകയാണ്, ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരുടെ ഉത്തരമാണ് ശരിയാണെന്നെങ്കിൽ നമുക്ക് അറിയാലോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രതീക്ഷകൾ എത്രത്തോളം അസ്ഥാനത്താണെന്നെങ്കിലും അറിയാമല്ലോ. ബൈ.